ഹലോ വിവേഴ്സ്, ബ്രാൻഡ് ടോക്കിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും വെൽക്കം. അപ്പം പാതിരാത്രി നമ്മുടെ സോബിൻ ഷാഹിർ, നവ്യ നായർ എന്നിവർ പ്രധാന കഥാപാത്രങ്ങളായിട്ട് അഭിനയിക്കുന്ന പാതിരാത്രി എന്നുള്ള മൂവി, രഥീന ഡയറക്റ്റ് ചെയ്യുന്ന മൂവി, അതിൻ്റെ ഒഫീഷ്യൽ ട്രെയിലർ റിലീസായിരിക്കുകയാണ്. സിനിമയുടെ കഥ എഴുതിയിരിക്കുന്നത് ഷാജി മാറാടാണ്. ഡയറക്ടർ നമ്മുടെ രഥീന, പുഴു എന്ന സിനിമയുടെ ഡയറക്ടറാണ് രഥീന. അപ്പം അവരുടെയാണ് ഈ സിനിമയിലെ പ്രധാന താരങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ സൗബിൻ ഷാഹിർ, അതുപോലെ തന്നെ സണ്ണി വെയിൻ ഉണ്ട്, ഇന്ദ്രൻസ് ഉണ്ട്, നവ്യ നായരുണ്ട്, ശബരീഷ് വർമ്മയുണ്ട്, ആൻ അഗസ്റ്റിൻ ഉണ്ട്. അത്യാവശ്യം നല്ലൊരു താരനിരയാണ് ഈ സിനിമയിലുള്ളത്. അപ്പം ഈ പറയുന്ന പോലെ ഇതിൻ്റെ ഡയറക്ടർ രഥീനെ കുറിച്ച് പറയുവാണെങ്കിൽ അടിപൊളി ഡയറക്ടർ കേട്ടോ. പുഴു എന്നുള്ള മമ്മൂക്കയെ നായകനാക്കി ചെയ്ത ഒരു മൂവിയുണ്ട് പുഴു എന്നുള്ള, വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ആ സിനിമ. ശരിക്കും പറഞ്ഞാൽ വലിയ ആക്ഷൻ സീക്വൻസുകളോ കൊമേഴ്ഷ്യൽ ടൈപ്പ് മൂവിയോ ഒന്നുമല്ല, പക്ഷെ നല്ല അഭിനയ മുഹൂർത്തങ്ങളൊക്കെ ഉള്ള നല്ലൊരു സ്റ്റോറി കണ്ടന്റ് ഉള്ള നല്ല എന്താ പറയണ്ടത്, നല്ല പവറുള്ള ഒരു സ്റ്റോറി ആയിരുന്നു ഈ പറയുന്ന പാതിരാത്രി എന്ന്. എനിക്ക് വളരെ പേഴ്സണലി ഇഷ്ടപ്പെട്ട, പാതിരാത്രിയല്ല പുഴു എന്ന് പറയുന്നത്. അപ്പം എനിക്ക് വളരെ പേഴ്സണലി ഇഷ്ടപ്പെട്ട ഒരു മൂവിയുടെ ആയിരുന്നു പുഴു എന്ന് പറയുന്നത്. നല്ല മമ്മൂക്കയുടെ കന്യായ പെർഫോമൻസ് ആയിരുന്നു. അപ്പോൾ ഈ പറയുന്ന രഥീന ഡയറക്റ്റ് ചെയ്യുന്ന മൂവിയാണ് ഈ പറയുന്ന പാതിരാത്രി. എനിക്കൊന്നൊരു ഇതിന് മുന്നേ ടീസർ ഇറങ്ങിയിരുന്നു. ടീസർ അത്യാവശ്യം നല്ലതായിരുന്നു. ഒരു പോലീസ് സ്റ്റോറി ആണെന്നാണ് ആ ടീസർ കണ്ടപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ച്. എന്തായാലും പിന്നെ ഈ പറയുന്ന രഥീന ചെയ്യുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് എക്സ്പെക്റ്റേഷൻ ഉണ്ട്. പിന്നെ അവരുടെ ആദ്യ പടം ഈ പറയുന്ന പുഴു ആയത് കാരണം അപ്പോൾ വളരെയധികം ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ട്. ഈ പറയുന്ന നവ്യ നായർ ഇപ്പോൾ സെക്കൻഡ് എനിക്ക് ഒരുപാട് പ്രതീക്ഷ ആയിരുന്നു. കാരണം അവർ തിരിച്ചുവരവിന് ശേഷം നവ്യ നായർ ചെയ്യുന്ന പടങ്ങളൊക്കെ ഈ ഒരുത്തി അങ്ങനെ ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട്. വളരെ ചൂസീവ് ആയിട്ടുള്ള, വളരെ സെലക്റ്റീവ് ആയിട്ടുള്ള സിനിമകളാണ് അവർ ചെയ്യുന്നത്. ചുമ്മാ കുറേ സിനിമയ്ക്ക് ഒരു തലവെക്കുക അല്ലെങ്കിൽ പിന്നെ സിനിമയിൽ ആക്റ്റീവ് ആണെന്ന് വിചാരിച്ച് കുറേ സിനിമകൾ ചെയ്ത് കൂട്ടുമില്ല. അവർ വളരെ ആവശ്യമുള്ളത് വിരലെണ്ണാവുന്ന സിനിമകൾ മാത്രം, നല്ലത് മാത്രം തിരഞ്ഞെടുത്ത് ചെയ്യുന്നത്. എന്തായാലും നമുക്ക് ഈ പിന്നെ പാതിരാത്രിയുടെ ഒഫീഷ്യൽ ട്രെയിലർ ഒന്ന് കാണാം. ഓ സാർ, 40 കിലോ ഏലം, 34 കിലോ കുരുമുളക്, 8 റബ്ബർ ഷീറ്റ്, പിന്നെ ഒരു ബ്ലൂടൂത്ത് സ്പീക്കറും. ഈ ബ്ലൂടൂത്ത് സ്പീക്കറിന്റെ കൂടെ ഒരു സ്കോച്ച് വിസ്കി ഉണ്ടായിരുന്നു സാറേ, പക്ഷെ ബോട്ടിൽ കാലിയായിരുന്നു. എന്റെ പൊന്നു കരീഷ, പള്ളിക്കെട്ട് കേസെല്ലാം കൂടെ പിടിച്ചോണ്ട് ഇങ്ങോട്ട് വന്നേക്കും. പോലീസ് സ്റ്റോറിയാണ് കേട്ടോ. നമ്മൾ എന്ത് ചെയ്യാനാ? ഓഫീസർ നിങ്ങൾ പെട്ടെന്ന് തന്നെ മാന്ത്രപ്പള്ളിക്ക് അടുത്തേക്ക് പോകണം. ഇങ്ങോട്ട് ടോർച്ചും ബ്രത്തനലൈസറും ഒന്നും വേണ്ടേ? യുദ്ധത്തിന് പോവല്ലേ. അൻസാർ അലി, 37 വയസ്സ്. ഉദ്ദേശം പാതിരാത്രിയോടുകൂടി ചെങ്കരയിലുള്ള പിയാന്റെ വീട്ടിൽ നിന്ന് കാണാതായി. പിയാനെ കാണാതാവുമ്പോൾ കറുത്ത നിറത്തിലുള്ള ട്രാക്ക് സൂട്ടും പച്ച ടീഷർട്ടും ധരിച്ചിരിക്കുന്നു. അവിടെയാ റോന്ത് പോലെ സിനിമ കേട്ടോ. ഓടിയ ആളെ ഞങ്ങൾ കുറെ നേരം ഫോളോ ചെയ്തു സാർ, പക്ഷെ ഇരുട്ടായതുകൊണ്ട് ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ അയാൾ മിസ്സായി. സാർ അവിടെ എന്താന്ന് നോക്കാൻ വേണ്ടി അടുത്ത് സൈബർ സെല്ല് പറയുന്നത് അങ്ങനെയല്ലല്ലോ ഹരീഷ. തനിക്ക് തൻ്റെ ഭാര്യയോടുള്ള വെറുപ്പ് മറ്റുള്ള പെണ്ണുങ്ങളോട് കാണിക്കുന്ന എന്തിനാ? അവരിപ്പോൾ നമ്മുടെ ടവർ ലൊക്കേഷൻ എടുത്തിട്ടുണ്ടാവും. നമ്മുടെ സ്പോട്ടിലുണ്ടായിരുന്ന ആൾക്കറിയാം. പാതി കത്തിയ ഉടലുള്ളൊരു പാവക്കുട്ടി, അതിൻ്റെ ചിരിച്ച മുഖം, അവിടെ അത് മാത്രമേ കത്താൻ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. വേറെ എന്തൊക്കെയോ കളികൾ നടക്കുന്നുണ്ട്. ഷാജി മാറാ, സണ്ണി വെയിൻ. അന്ന് കണ്ട ആളിനെ റോബിക്ക് മുൻപരിചയമുണ്ടോ? നിങ്ങൾ എങ്ങനെയാണ് കൊന്നത്? പാതിരാത്രി, രഥീന. കൊള്ളാം കേട്ടോ, സൂപ്പർ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ലൊരു ട്രെയിലർ ശരിക്കും പറഞ്ഞാൽ. പിന്നെ ഒരുപാട് സസ്പെൻസ് ഉണ്ട്, ഒരുപാട് ചോദ്യങ്ങളൊക്കെ ബാക്കി വെച്ചുകൊണ്ട് ഒരു ട്രെയിലർ അടിപൊളിയായിട്ടുണ്ട്, വളരെ നന്നായിട്ടുണ്ട് കേട്ടോ. എനിക്ക് നവ്യ നായർക്ക് ഒരു ഭയങ്കര ബ്രേക്ക് കിട്ടാൻ പോകുന്ന ഒരു പടമായിരിക്കും ഇത്. കാരണം പിന്നെ നവ്യ നായരുടെ നല്ലൊരു അടിപൊളി റോളാണ് തോന്നുന്നു കേട്ടോ. കണ്ടിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈ പറയുന്നത് റോത്ത് എന്ന് പറയുന്ന സിനിമകളുണ്ട്, ദിലീഷ് പോത്തങ്ങനെ ഒക്കെ അഭിനയിച്ച പോലീസ് സ്റ്റോറി, അതുപോലെ എനിക്ക് തോന്നുന്നു അങ്ങനത്തെ ഒരു കാറ്റഗറി അന്വേഷണ സസ്പെൻസ് ത്രില്ലർ ആണെന്ന് തോന്നുന്നു, അറിയില്ല.
പോലീസുകാരുടെ റിയൽ ലൈഫും ഒക്കെ കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണെന്ന് തോന്നുന്നു. സൗബിൻ ഷാഹിറും ഉണ്ട്. അപ്പം ഈ പറയുന്ന പോലെ നവ്യ നായർക്ക് അടിപൊളി ഒരു ബ്രേക്ക് കിട്ടാൻ പോകുന്നൊരു പടമായിരിക്കും എന്ന് തോന്നുന്നു. കാരണം അവർ അറിയാലോ, അവർ തിരഞ്ഞെടുക്കുന്ന സ്ക്രിപ്റ്റൊക്കെ ഈ പറയുന്ന പോലെ വളരെ വെറൈറ്റി ആയിട്ടുള്ള സംഭവമാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും പിന്നെ ഭയങ്കര എനിക്ക് ഇഷ്ടപ്പെട്ടു. രതീന എന്ന് പറയുന്ന ഡയറക്ടറുടെ എനിക്കൊരു വിശ്വാസമുണ്ട്. അപ്പോൾ ഈ പറയുന്ന പോലെ പാതിരാത്രി എന്നുള്ള മൂവി പിന്നെ എന്തായാലും വെയിറ്റിംഗ് ആണ് അത് കാണാൻ വേണ്ടിയിട്ട്. ട്രെയിലർ കാണുമ്പോൾ തന്നെ നമുക്ക് എന്തൊക്കെയോ ഒരു രാത്രിയിൽ അന്വേഷണത്തിന് പോകുന്ന വഴിക്ക് എന്തോ അവർ വലിയ ഒരു പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നു, അതിനെ ചുറ്റിപ്പറ്റിയുള്ള കാര്യങ്ങളൊക്കെയാണ് സംഭവം പറയുന്നത്. ഈ പറഞ്ഞ പോലെ ഇതിനകത്ത് ഒരുപാട് വലിയതും ചെറുതുമായിട്ടുള്ള താരങ്ങളുണ്ട് കേട്ടോ. ഈ പറയുന്ന പോലെ സണ്ണി വെയിൻ ഉണ്ട്, നവ്യ നായർ, പിന്നെ സൗബിൻ ഷാഹിർ, പിന്നെ ഹരിശ്രീ അശോകനുണ്ട്. ഹരിശ്രീ അശോകന് വിഗൊന്നും വെക്കാതെ ഇതിനകത്തൊരു പോലീസുകാരനായിട്ട് അഭിനയിക്കുന്നുണ്ട്. അങ്ങനെ കുറേ ആക്ടേഴ്സ് ഉണ്ട് സംഭവം ഇതിനകത്ത് ഈ പറയുന്ന പോലെ. അപ്പോൾ പിന്നെ അത്യാവശ്യം നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ആൾക്കാരൊക്കെയാണ് കേട്ടോ ഇതിനകത്തുള്ള. സൗബിൻ ഷാഹിർ ആണെങ്കിൽ സൗബിൻ ഷാഹിറൊക്കെ ഒരു ശരിക്കും പറഞ്ഞാൽ പച്ച റിയലായിട്ടുള്ള സ്റ്റോറി പോലെയാണ് ആ ട്രെയിലർ ചെയ്തിരിക്കുന്നത്. അല്ലാതെ വലിയൊരു മാസ് എലമെൻ്റ് ഒന്നും കൊടുത്തിട്ട് ആ സിനിമ ചെയ്തിട്ടില്ല. പക്ക ഒരു പിന്നെ എന്താ പറയേണ്ട ഒരു റിയലൈസ് ചെയ്യുന്ന ഒരു റിയലൈസ് സ്റ്റോറി അല്ലെങ്കിൽ ഒരു റിയാലിറ്റിയോട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കഥ പോലെയാണ് അതിൻ്റെ ട്രെയിലർ മേക്ക് ചെയ്തിരിക്കുന്നത്. വലിയ അടിയോ അമാനുഷികമായ തല്ലുകളോ ഒന്നുമില്ല. നവ്യ നായർ ഇപ്പോൾ ഇതിനകത്തൊരു ആക്ഷൻ ചെയ്യുന്ന ഒരാളെ തല്ലുന്നുണ്ട്, അതും വളരെ നാച്ചുറലായിട്ട് തല്ലുന്ന ഒരു രീതിയിലാണ്. അല്ലാണ്ട് അടിച്ച് പറപ്പിക്കുകയോ അല്ലെങ്കിൽ റോപ്പിൽ കെട്ടി പറപ്പിക്കുന്നോ അങ്ങനത്തെ യാതൊരു സീനുകളും ഇല്ല. അപ്പോൾ കുറച്ച് റിയൽ ലൈഫ് പോലത്തെ ഒരു മൂവി ആയിരിക്കും. പുഴു നമ്മൾ കണ്ടാണല്ലോ, പുഴു കുറച്ച് റിയൽ ലൈഫ് പോലത്തെ ഒരു കഥയാണ്. അപ്പോൾ ആ സംഭവം റിയൽ ലൈഫിൽ എങ്ങനെ നടക്കും അതുപോലെയാണ് ആ സംഭവം മേക്ക് ചെയ്ത് വെച്ചിരുന്നത്, സിനിമ മേക്ക് ചെയ്ത് വെച്ചത്. അപ്പം ഈ പറയുന്ന പോലെയും പാതിരാത്രിയിൽ എന്തോ ഒരു ഇൻസിഡൻറ്റ് ഇവർ ഈ ഡെയിലി ചെക്കിങ്ങിന് പോകുന്ന സമയത്ത് സംഭവിക്കും. അതിനെ ചുറ്റിപ്പറ്റിയുള്ള കഥയുമാണ് എന്നാണ് ഈ ട്രെയിലർ കാണുമ്പോൾ നമുക്ക് ഒരു ഐഡിയ കിട്ടുന്നത്. അതുപോലെ തന്നെ നവ്യ നായർക്ക് ഒരു ഗംഭീര വേഷമായിരിക്കും, വൻ പ്രശംസ നേടാൻ പോകുന്ന ഒരു കഥാപാത്രം കൂടിയായിരിക്കും നവ്യ നായരിനകത്ത് ചെയ്യുന്നത്. കാരണം നവ്യ നായർ പോലീസ് വേഷം ചെയ്തതായിട്ട് എനിക്ക് ഓർമ്മയില്ല. ഇതിന് മുന്നേ പോലീസ് റോൾ ചെയ്തിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു, എനിക്ക് ഓർമ്മയില്ല. ആദ്യത്തെ പോലീസ് വേഷമാണെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതും വലിയ മാസമൊന്നും കാണിക്കാതെയാണ് വളരെ റിയൽ ലൈഫിൽ അങ്ങനെ സംഭവിക്കും ആ ഒരു രീതിയിലാണ് പാതിരാത്രിയുടെ ട്രെയിലർ ചെയ്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും പിന്നെ എന്തെങ്കിലും ഒരു മിനിമം ഗ്യാരണ്ടി ഈ സിനിമയിൽ ഉണ്ടാകും കാണാൻ പോകുന്ന പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ റിലീസിങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്യാം.